കൊടുക്കുന്നത്. അപ്പോൾ അയൺ സിറപ്പ് കൊടുക്കുന്ന സമയത്ത് കുട്ടി പാല് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അയൺ സിറപ്പ് നമ്മുടെ വയറിനകത്ത് ചെന്ന് അബ്സോർബ് ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം വേണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാല് പൊതുവെ നമ്മുടെ വയറിൽ നിന്ന് ബോഡിയിലേക്ക് ഈ അയൺ സിറപ്പ് വലിച്ചെടുക്കുന്നതിന് തടയുന്ന ഒരു ഫുഡാണ്. അയണിൻ്റെ കൂടെ നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അയൺ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹീമോഗ്ലോബിനൊക്കെ കൂടാനായിട്ട്. അപ്പോൾ അയൺ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ റാഗി ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ പാല് കുടിപ്പിച്ചാലും അയൺ അബ്സോർപ്ഷൻ അത്ര നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം ഈ അയൺ സിറപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സമയം വരെ കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. അയൺ സിറപ്പിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ഒരു സാധനമാണ് നാരങ്ങ നീര് അല്ല നാരങ്ങ വെള്ളം. നാരങ്ങ നീര് അയൺ നന്നായിട്ട് ബോഡിയിലേക്ക് വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വയറിൽ നിന്ന് അയണിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ അത് കൂട്ടും. അപ്പോൾ നാരങ്ങ വെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ അയൺ സിറപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളം കൊടുക്കാം. അത് വളരെ